പി ടി എഫ് ഇ. ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കാം. എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയൂ, ഓർമ്മയുണ്ടോ? പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഓക്കെ, പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഇനി നിങ്ങൾ പറയാം എന്താണ് ഇതിന്റെ മോണോമർ? സാറേ ഇനിയിപ്പോ എല്ലാവർക്കും കിട്ടും സാറേ, കിട്ടും. ദേ ഇതാണ് മോണോമർ. എന്താണ് എന്റെ മോണോമറിന്റെ പേര്? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഓക്കെ, ശരി. ഇനി നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റൂലെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. അപ്പൊ സാർ ഈ ടെട്രാ ഫ്ലൂറോ ഇതിന് ഇവിടെ എഴുതും, നിങ്ങൾ അതിന്റെ പോളിമർ എഴുതണം. ഓക്കെ, സാർ എഴുതാൻ പോവുകയാണ്. സി സി. ഓക്കെ, ഡബിൾ ബോണ്ട്. ക്ലിയർ? എഫ് എഫ്. ഹൈഡ്രജൻ അല്ല ഇവിടെ, എഫ് ആണ്. അപ്പൊ എഫ് എത്ര ചേർക്കണം? രണ്ടെണ്ണം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. എൻ ഗീവ്സ് പോളിമർ. ഏത്? 2 സെക്കൻഡ് സമയം തന്നെ പോളിമർ എന്ന് എഴുതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെ, ഡബിൾ ബോർഡ് ഒഴിവാക്കുക, അവിടെ ഉള്ളത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. 2 സൈഡിലും ഓരോ കൊമ്പ് വെക്കുക, ചുറ്റിനും ഒരു സംഭവം കൂടെ താഴെ കൊണ്ട് പറയുന്നത്. ഞാൻ ഈ കൂടെ സാധനം കോട്ടെ. യെസ്, CF2 സിംഗിൾ ബോണ്ട്, CF2 ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ടിക് ടിക്. എന്താണ് ഈ മോണോമറിന്റെ പേര്? TFE, that is ടെട്രാ ഫ്ലൂറോ ഈഥീൻ. എന്താണ് ഇതിന്റെ പേര്? PTFE, അതായത് പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. കിട്ടിയല്ലോ മക്കളെ? ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക.